നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 100 ഡേയ്സ് വീഡിയോ ചലഞ്ചിന്റെ ഒന്നാമത്തെ ദിവസത്തിലാണ് ആയിരിക്കുന്നത്. എല്ലാ ദിവസവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ത്രൂ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അത് ഡെയിലി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ഒരു ചാനലിന് ഫോളോ ചെയ്തിട്ട് ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാങ് ഔട്ട് ചെയ്യുക എന്ന് പറയും. ഹാങ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് കറങ്ങി നടക്കുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. We used to hang out here every weekend എന്ന് പറയാം. ഓക്കെ, അടുത്ത വാക്ക് നോക്കാം. കാര്യങ്ങൾ പറയുക എന്ന് പറയും. കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞാൽ ഇതിന് ഇംഗ്ലീഷ് വരുന്നത് കാച്ചപ്പ് എന്ന് പറയും. കാച്ചപ്പ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ ടു കാച്ചപ്പ് എന്ന് പറയും. ഞാൻ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ടു കാച്ചപ്പ്, കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്നാണ് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കാം. വിശ്രമിക്കുക എന്ന് പറയും. ചിൽ ഔട്ട് ചെയ്യാന്ന് പറയും. ചിൽ ഔട്ട് ചെയ്യാന്ന് പറയുമ്പോൾ വിശ്രമിക്കുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ആം ഗോയിങ് ടു ചിൽ ഔട്ട് അറ്റ് ഹോം ടുനൈറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത വാക്ക് നോക്കാം. അവസാനിപ്പിക്കുക എന്ന് പറയും. അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് റാപ്പപ്പ് എന്നാണ് പറയുക. റാപ്പപ്പ് എന്ന് പറയുമ്പോൾ അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ഐ നീഡ് ടു റാപ്പ് അപ്പ് ദിസ് പ്രൊജക്ട് ക്വിക്ലി എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത വാക്ക് നോക്കാം. കണ്ടുപിടിക്കുക എന്ന് പറയും. കണ്ടുപിടിക്കുക. അപ്പോൾ ഫിഗർ ഔട്ട് എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു അർത്ഥം വരിക എന്ന് പറയാം. അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഐ കാൺ ഫിഗർ ഔട്ട് ഹൗ ദിസ് മെഷീൻ വർക്ക്സ്. എനിക്ക് ഈ ഒരു മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനുള്ള കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ രീതിയിലുള്ള വാക്കുകൾ എന്ന് പറയുന്നത് പഠിക്കുക. കൃത്യമായിട്ട് ഈ ഒരു വീഡിയോസ് ഒന്ന് സേവ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വാക്കുകളൊക്കെ എന്ന് പറയുന്നത് സംസാരത്തിലേക്ക് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കണം, സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഫ്രീ വെബിനാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു വെബിനാർ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയക്കാം. ആ ഒരു വെബിനാർ വഴി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് സീക്രട്ട് മെത്തേഡ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ള സിസ്റ്റം മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫ്ലുവൻസി ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളതും ഈ ഒരു ക്ലാസ്സിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്.